Hi friends, today we are going to learn articles in English grammar. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എ ബുക്ക് ആൻഡ് ഓറഞ്ച്. എ ബുക്ക് ഒരു പുസ്തകം, ആൻ ഓറഞ്ച് ഒരു ഓറഞ്ച്. ഒരു എന്നുള്ള അർത്ഥം ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എ എന്നുള്ളതും ആൻ എന്നുള്ളതും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ബുക്ക് എന്നുള്ള വേർഡിന് മുമ്പ് എയും ഓറഞ്ച് എന്നുള്ള വേർഡിന് മുന്നിൽ ആനും ഉപയോഗിച്ചത്? ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കാൻ ഈ രണ്ട് സാധനങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നു, രണ്ട് ലെറ്ററുകൾ രണ്ട് വേർഡ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ എ ആൻഡ് ദ ഈ മൂന്ന് വേർഡ്സുകളാണ്, മൂന്ന് ലെറ്റേഴ്സുകളാണ്, മൂന്ന് വാക്കുകളാണ് ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. എ ആൻഡ് ദ എന്നുള്ള വേർഡുകളാണ്. ഇത് ഗതിയിൽ നൗണുകൾക്ക് മുമ്പിലാണ് ഇവ വരാറുള്ളത്. നൗണുകൾക്ക് മുമ്പിലാണ് ഈ മൂന്നിൽ ഒന്ന് വരാറുള്ളത്. അപ്പോൾ ഏതൊക്കെ നൗണുകൾക്ക് മുമ്പിലാണ് എ എന്നുള്ളത് വരിക, ഏതൊക്കെ നൗണുകൾക്ക് മുമ്പിലാണ് ആൻ വരിക, ഏതൊക്കെ നൗണുകൾക്ക് മുമ്പിലാണ് ദ വരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് ടൈപ്സാണ് ആർട്ടിക്കിൾസ് ഉള്ളത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, സെക്കൻഡ് വൺ ഈസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ അല്ലെങ്കിൽ ആൻ, ഇതിനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുക. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദ എന്നുള്ളതാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ ഓർ ആൻ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ എന്നുള്ളതാണ്. നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ ഒന്നുകൂടി വിശദമായി പരിചയപ്പെടാം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എ ഓർ ആൻ. ഇത് ഡിറ്റർമൈൻഡ് ബൈ സൗണ്ട്. സാധാരണഗതിയിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് സൗണ്ട്, ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് ഏതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കാം. ബിഫോർ എ വേർഡ് ബിഗിനിങ് വിത്ത് എ വവൽ സൗണ്ട് വി ഷുഡ് യൂസ് ആൻ. ഒരു വേർഡ് ആരംഭിക്കുന്നത് ഒരു വവൽ സൗണ്ട് കൊണ്ടാണെങ്കിൽ, സ്വരാക്ഷരം കൊണ്ടാണെങ്കിൽ അവിടെ നമ്മൾ ആൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക. സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷനാണ് നമ്മൾ നോക്കുക. അവിടെ ആ ഈ എന്ന് പറയുന്ന ആ സ്വരാക്ഷരം, മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ഓർമ്മിച്ചാൽ മതി. ആ സ്വരാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സൗണ്ടിലാണ് നമ്മുടെ വേർഡ് ആരംഭിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ വേർഡിന്, ആ നൗണിന് മുമ്പ് ആൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഉദാഹരണം, ആൻ എനിമി, ആൻ ഇങ്ക്, ആൻ എലിഫൻറ്റ്, ആൻ ആപ്പിൾ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഈ വാക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് സ്വരാക്ഷര ശബ്ദത്തിലാണ്. അപ്പോൾ സ്വരാക്ഷര ശബ്ദത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ എന്നാണ് ഉപയോഗിക്കുക. വളരെ സിമ്പിളാണ്. സ്വരാക്ഷര ശബ്ദത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ആൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക. ആൻ എനിമി, ആൻ ഇങ്ക്, ആൻ എലിഫൻറ്റ്, ആൻ ആപ്പിൾ. ദെൻ എ എന്നുള്ളത് the word beginning with a consonant sound. Before a word beginning with a consonant sound, വ്യഞ്ജനാക്ഷരത്തിൻ്റെ കോൺസണൻറ്റ് സൗണ്ടിൻ്റെ കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിലാണ് എ എന്നുള്ളത് ഉപയോഗിക്കുക. വ്യഞ്ജനാക്ഷരം ക ഖ ഖ ഖ ങ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കച്ചടത്തപ്പ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുന്നിലുള്ള ആ വ്യഞ്ജനാക്ഷര സൗണ്ട് കൊണ്ടാണ് ഒരു വേർഡ് ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ മുന്നിൽ എ എന്നുള്ളതാണ് ഉപയോഗിക്കുക. എ ബോയ്, എ ഡോക്ടർ, എ ടീച്ചർ, എ സ്റ്റുഡൻറ്റ്, എ കാറ്റ്. ശ്രദ്ധിക്കേണ്ടത് കോൺസണൻറ്റ് സൗണ്ട് കൊണ്ട് ആരംഭിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ എ ഉപയോഗിക്കും. വൺസ് മോർ, എ ബോയ്, എ ഡോക്ടർ, എ ടീച്ചർ, എ സ്റ്റുഡൻറ്റ്, എ കാറ്റ്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ, നമ്മൾ കൺഫ്യൂസിങ് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ആൻ അവർ, ആൻ ഓണസ്റ്റ്, ആൻ ഓണർ, ആൻ അയർ. ഇത്തരം വാക്കുകൾ എക്സാമുകളിൽ സാധാരണ ചോദിക്കാറുണ്ട്. കാരണം ഇവിടെ എച്ച് എന്നുള്ള ലെറ്റർ കൊണ്ട് ആരംഭിച്ച വാക്കുകളാണ്. പെട്ടെന്ന് നമ്മൾ കരുതും എച്ച് എന്നുള്ള ലെറ്റർ അത് കോൺസണൻ്റ് ആണ് എന്ന് കരുതും. പക്ഷേ അവിടെ അതുകൊണ്ട് എ ആണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ നമ്മൾ സൗണ്ടാണ് നോക്കുക. ഇവിടെ അവർ, ഓണസ്റ്റ്, ഓണർ, ഇവിടെയൊക്കെ നമ്മളെ ഉച്ചാരണത്തിൽ വരുന്ന സൗണ്ട് എന്നുള്ളത് അത് വവൽ സൗണ്ടാണ്, സ്വരാക്ഷര ശബ്ദമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ ആൻ ആണ് ഉപയോഗിക്കുക. ആൻ അവർ, ആൻ ഓണസ്റ്റ്, ആൻ ഓണർ, ആൻ എയർ.
അതേപോലെ തന്നെ എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, എ യുനാനിമസ്, എ യൂണിഫോം, എ യൂണിറ്റ്, എ യൂസ്ഫുൾ തിങ്. ഇവിടെ യു എന്ന് കാണുമ്പോൾ നമ്മൾ അത് വവൽ ലെറ്റർ ആണ് എന്ന് ധരിച്ച് അവിടെ ആൻ ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെയും സൗണ്ടാണ് നോക്കുക, ഇവിടെ കോൺസണൻറ്റ് സൗണ്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എ ആണ് ഉപയോഗിക്കുക. എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, എ യുനാനിമസ്, എ യൂണിഫോം, എ യൂണിറ്റ്, എ യൂസ്ഫുൾ തിങ്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ കൺഫ്യൂസിങ് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ എക്സാമുകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ എ 1-8 ബോയ്, എ 1 റുപ്പി നോട്ട്, എ യൂറോപ്യൻ, എ ഇയർ. ഇവിടെയൊക്കെ എ ആണ് ഉപയോഗിക്കുക. കാരണം ഇവിടെയും സൗണ്ട് സ്വരാക്ഷര സൗണ്ടാണ്. 1 എന്ന് പറയുമ്പോൾ അവിടെ കോൺസണൻറ്റ് സൗണ്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉദാഹരണങ്ങളിലും എ എന്നുള്ളതാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്കിൻ്റെ ആദ്യ ലെറ്ററല്ല നമ്മൾ നോക്കുക, മറിച്ച് അവിടെ ആദ്യ ലെറ്ററിൻ്റെ സൗണ്ടാണ് നമ്മൾ ഉച്ചരിച്ച് നോക്കുകയാണ്, പറഞ്ഞു നോക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് എ ആണോ ഏനാണോ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുക. സോ ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേ. താങ്ക് യു all of you.